കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ്, അതായത് ഒക്ടോബർ 16-നാണ് യാഹ്യ സിൻവർ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആദ്യം കൊല്ലപ്പെട്ടത് യാഹ്യ സിൻവർ ആണ് എന്നുള്ളത് പോലും ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് ഇയാളെ വധിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്. തനിക്ക് നേരെ വെടിയുതിർക്കുന്ന സൈനികർക്ക് നേരെ ഒരു വടിയെടുത്ത് എറിയുന്ന യാഹ്യ സിൻവറിന്റെ ചിത്രം അന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് യാഹ്യ സിൻവർ അറിയപ്പെട്ടിരുന്നത്. തീവ്രവാദികളിലെ ഏറ്റവും ക്രൂര സ്വഭാവക്കാരൻ ഒരാളായിരുന്നു യാഹ്യ സിൻവർ. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി ആക്രമണം നടത്തി നിരവധി പേരെ അതിക്രൂരമായി കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന് നേരിട്ട് നേതൃത്വം വഹിച്ചിരുന്ന ആളുകൂടിയായിരുന്നു യാഹ്യ സിൻവർ. ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പിന്നാലെ യാഹ്യ സിൻവറിനെയും വധിക്കാൻ ഇസ്രായേൽ പഠിച്ച പണി 18 നോക്കിയിരുന്നുവെങ്കിലും ഇയാളെ കിട്ടുമായിരുന്നില്ല. യാഹ്യ സിൻവർ പെൺവേഷം കെട്ടി നടക്കുന്നു എന്ന് വരെ അന്ന് വാർത്തകൾ പുറത്ത് പ്രചരിച്ചിരുന്നു. ഇയാൾ സ്ത്രീകളുടെ കൂട്ടത്തിലാണ് താമസിക്കുന്നത് എന്നും തിരിച്ചറിയാതിരിക്കാൻ വിവിധ രൂപങ്ങളിൽ ഇയാൾ ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെയായിരുന്നു വിവരം. എന്നാൽ പിന്നീട് ഇയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് കാര്യം മനസ്സിലായത് യാഹ്യ സിൻവർ ഗാസയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ യാഹ്യ സിൻവറിന്റെ മൃതദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ തന്നെ ഇയാളുടെ മൃതദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുപോയത്. ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് തന്നെ ആയിരുന്നതുകൊണ്ട് അയാളുടെ മൃതദേഹം ഒരിക്കലും ഇസ്രായേലിന് കിട്ടാനുള്ള യാതൊരു തരത്തിലുമുള്ള സാധ്യതയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്മായിൽ ഹനിയുടെ മൃതദേഹം അവിടെ നിന്ന് ഖത്തറിലേക്ക് കൊണ്ടുപോയി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വലിയ വിലാപയാത്രയൊക്കെ നടത്തിയാണ് അവർ അവിടെ ഔദ്യോഗികമായി സംസ്കരിച്ചത്. എന്നാൽ യാഹ്യ സിൻവറിന് അതുപോലും ലഭിക്കരുത് എന്ന് ഇസ്രായേലിന് നിർബന്ധമുണ്ടായിരുന്നു.